അങ്ങനെ ജീവിതത്തിലുടനീളം ഇസ്ലാം വേട്ടയാടിയ നർത്തകിയായ മൻസിയ എന്ന മിടുക്കി പെൺകുട്ടി മുസ്ലിം മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഹൈന്ദവതയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. മൻസിയ എന്ന കലാകാരി പ്രണയത്തിലൂടെ സുജിൽ സായി എന്ന ക്യാമറാമാനായ വിഷ്വൽ എഡിറ്ററെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വരനായി സ്വീകരിച്ചതിലൂടെ ഹൈന്ദവതയുടെ പൂന്തോട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി അവളുടെ ജീവിതം അടിമത്തമില്ലാതെ ആഘോഷിക്കാനുള്ളതാണ്. സ്നേഹാശംസകൾ. നമ്മുടെ ബ്രോയിലർ കോഴിയുടെ അവസ്ഥയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ ഒരു സ്ഥിതിയിൽ എന്ത് സംഗതി വരുന്നോ, നമ്മുടെ പണ്ട് ഞങ്ങളുടെ കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അപ്പുറത്തൊരു ഗണപതി അമ്പലമുണ്ട്. അപ്പം അതിലേക്കൂടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഞാൻ ഈ യാത്ര പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വണ്ടിയിൽ വരുന്നവർ ആരെങ്കിലും അവിടെ ഇറങ്ങി ഒരു തേങ്ങ അടിച്ചിട്ടേ പോവുള്ളൂ ഗണപതി അമ്പലത്തിൽ. അപ്പം ഞാൻ ആ പാറക്കല്ലിൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ ഇവരോട് പറയാം, അതിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ തലയ്ക്കാണ് അടിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇതിനകത്തും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് വഴിക്ക് പോകുന്നതും ഇപ്പോൾ എല്ലാവരും ഒരു തേങ്ങ അടിച്ചിട്ട് പോകുന്നത് മുസ്ലിങ്ങളുടെ തലയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ജെയിൻ രാജ് എന്നോ മറ്റോ പറയുന്ന ഒരു സഖാവ് പുള്ളി എഴുതിയിരിക്കുന്നു, ഈ പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടെ വിസ്മയം വിസ്മയം എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം താലിബാൻ വിസ്മയം, ജമാഅത്ത് ഇസ്ലാമി വിസ്മയം എന്നൊക്കെ പറയുന്ന പോലെ സാധാരണ താലിബാനെയൊക്കെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിസ്മയം എന്ന വാക്ക് പോലും ജിഹാദിയായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ നേതൃത്വം ഏത് താത്വികമായ ലൈനിനാണോ അവരെ കടത്തിവിടുന്നത് ആ താത്വികമായ ലൈനിൽ അവർ അരിച്ചു പറക്കും. അതേസമയം കോൺഗ്രസ്സുകാരുടെ ഒരു പ്രത്യേകത, അങ്ങനെ ആരെങ്കിലും അങ്ങനെ എന്താ പറയുന്നത് അതിലേക്കൂടെ അടിച്ചു വിടാൻ ശ്രമിച്ചാൽ തിരിഞ്ഞു നിന്ന് അടിക്കുകയും വായിൽ വരുന്നത് പറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവർ താത്വികമായ അവലോകനത്തിലൂടെ പണ്ട് ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്, വീട്ടിൽ പാടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാടത്തിൽ മുറുവാത്തല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് മുറുവാത്തല എന്ന് പറഞ്ഞാൽ ഈ വരമ്പ് മുറിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. 3-4 പാടങ്ങൾ ചേരുന്ന സ്ഥലം മുറുവാത്തല. ആ മുറുവാത്തലയ്ക്ക് നമ്മൾ തോർത്തും കൊണ്ട് എന്ന് ഊപ്പയെ അരിച്ചു പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹത്തിനെ പോലെയുള്ള സഖാക്കളൊക്കെ ഇങ്ങനെ ഈ അരിച്ച് പിടിക്കാൻ തുടങ്ങി. അതിനകത്ത് വിസ്മയം ഉൾപ്പെടെ അരിച്ചെടുക്കുന്നത് പോലെ ഇപ്പോൾ എന്ത് സംഗതി വന്നാലും അതിലേക്ക് അരിച്ചാണ് പോകുന്നത്. മൻസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം എന്താ സായി കൃഷ്ണ എന്നോ എന്നങ്ങണ്ട് പറയുന്ന അവരുടെ വിഷ്വൽ എഡിറ്റർ ആയിരുന്ന പയ്യനെ വിവാഹം കഴിച്ചു. അതാണ് കഥയുടെ രത്ന ചുരുക്കം. അത് കഴിച്ചത് അമ്പലത്തിൽ വെച്ചും അല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ്, അല്ലാതെ ക്ഷേത്രത്തിൽ വെച്ചല്ല കിട്ടിയത്. അത് അവരുടെ ഇഷ്ടം, അവർ കല്യാണം കഴിച്ചതിന്. അതിന് മേമ്പൊടി പറയുകയാണ് എന്ത്, അതിൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്നെല്ലാം ഇങ്ങനെ മോചനം നേടുന്നതിലൂടെ ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പറന്നുയർന്ന പക്ഷിപ്പറവ ഒരു മുറൈ വന്ന് പാർത്തായ. ജീവിതത്തിലുടനീളം ഇസ്ലാം വേട്ടയാടിയ നർത്തകിയായ മൻസിയ. അവർ വേട്ടയാടിയെങ്കിൽ പിന്നെ നർത്തകിയാവത്തില്ലല്ലോ. ആ കുട്ടി നല്ല സുന്ദരിയായി, നല്ല ചുണയായി, നല്ല മിടുക്കിയായി ഇരിക്കുന്നു. ആരും ആസിഡ് ബോംബ് എറിയുകയോ നമ്മുടെ റിയാസ് മൗലവിയെ കയറി വെട്ടിക്കൊന്ന പോലെ വെട്ടിക്കൊന്നതൊന്നുമില്ല. എന്ന് മാത്രമല്ല, എഴുതിയേക്കുന്ന ആളുടെ പേരെന്താണ്, ശ്രീ ഗുരുജി നഗർ തെങ്കര. സ്വന്തമായി മുഖവും ചുറ്റുപാടും ഒന്നുമില്ലാത്ത പാവം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേജിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ്, ഗുരുജിയാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ചിത്രമുള്ള ആൾ പരലോകത്താണ്. അപ്പോൾ അതിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് ഹൈന്ദവതയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഏത് സ്വാതന്ത്ര്യമായിരിക്കും എന്ന് വിചാരിച്ചാൽ അതൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ വലിയ പാടാണ്. അപ്പോൾ ഏതായാലും അതിനും എന്താ പറയുന്നത്, ഒന്നും സംഭവിച്ചില്ല. അവർ രജിസ്റ്റർമാരെ നടത്താൻ പോകുന്നു. അതിന് ഈ കഥയാണ് പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് വല്ല ബഹളവും വെച്ചോ, ഏതെങ്കിലും മുസ്ലിം സംഘടന മാർച്ച് നടത്തുന്നു, ഞങ്ങളുടെ മൻസിയെ തിരിച്ചു തരൂ, മൻസിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു വല്ലതും മാർച്ച് നടത്തുന്നു. അവർ പോയെങ്കിൽ പോയി എന്ന് പറയുന്ന ഒരു സംഗതിയേ ഉള്ളൂ. പക്ഷേ മറിച്ചൊരാൾ വന്നാൽ ഇതുപോലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണണ്ടേ? അപ്പോൾ പിന്നെ തെറി വിളിക്കാനും ബഹളം വെക്കാനും ഒക്കെ പാടുണ്ടോ? പാടില്ല. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. തിരിച്ചു വന്നാൽ പൂരാ തെറിവിളി. ഇപ്പോൾ ഏതായാലും മൻസിയ പോയി നല്ല നൃത്തമൊക്കെ ചെയ്ത് സായി കുമാറുമായി വളരെ ചഞ്ചല പദചലന താളവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ.